നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരംഭിക്കാം. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കിനി 400 സബ്സ്ക്രൈബേഴ്സിന്റെ കുറവുണ്ട്. അത് എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാസം തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. എന്നാൽ ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് ആ ടാർഗറ്റ് 2 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ 70,000 കംപ്ലീറ്റ് ചെയ്ത് 10 സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഏകദേശം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരിക്കും. എന്നിട്ടും പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊരു വ്യത്യാസം വന്നതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതിനുള്ള ആൻസർ വരുന്നത്. അതായത് നമ്മുടെ അരുൺ എന്നൊരു സുഹൃത്ത് മെസ്സേജ് ചെയ്തിരുന്നു, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് വേറെ 2 സുഹൃത്തുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഒരുപാട് സുഹൃത്തുക്കൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. ഇതേ കാര്യങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ടാവും നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിലും സബ്സ്ക്രൈബേഴ്സ് വന്നത്. എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 70,000-ലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി. നമുക്കിനി ഇന്നത്തെ ഗെയിമിലേക്ക് പോവാം. ചെസ് മാന്ത്രികൻ മിഖായൽ താലിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1973-ലാണ്. ഇതൊരു സൈമൾട്ടേനിയസ് എക്സിബിഷൻ ആയിരുന്നു. ഒരേ സമയം 40 പ്ലേയേഴ്സിനെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഈ 40 ഗെയിമുകളുടെയും റിസൾട്ട് ഈ വീഡിയോയുടെ അവസാനം പറയാം. നമുക്കിനി ഗെയിമിലേക്ക് പോവാം. ഈ ഗെയിമിൽ മിഖായൽ താലാണ് വൈറ്റ് സൈഡ് കളിക്കുന്നത്. ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് ആരാണെന്ന് വ്യക്തമല്ല. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ബ്ലാക്ക് നൈറ്റിനെ F6-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4-ലെ പോൺ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ B5 സ്ക്വയറിലേക്ക് വൈറ്റിന് 3 പീസുകൾ വെച്ച് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് ആ സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇത് നൈഡൽഫ് വേരിയേഷൻ ആണ്. വൈറ്റ് ബിഷപ്പിനെ G5-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് ആണെങ്കിൽ ക്വീനെ വെച്ച് തിരിച്ചു വെട്ടാം. ഇനി അടുത്ത മൂവിൽ ബിഷപ്പിനെ E7-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ പിന്നിൽ നിന്ന് ഒഴിവാക്കാനും അവസരമുണ്ട്. എന്നാൽ താലിപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ പിന്നിൽ നിന്ന് ഒഴിവാക്കുന്നു. വൈറ്റ് ക്വീനെ F3-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ കാസ്ലിംഗ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് കാസ്ലിംഗിലേക്ക് പോകുന്നില്ല, പകരം ക്വീനെ ഡെവലപ്പ് ചെയ്യാണ്. ക്വീനെ C7-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ക്വീൻ സെല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോഴും കാസ്ലിംഗിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അടുത്ത പീസുകൾ ഡെവലപ്പ് ചെയ്യാണ്. ആദ്യം നൈറ്റിനെ D7-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D3-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടുകൂടി വൈറ്റിന്റെ എല്ലാ പീസുകളും ഡെവലപ്പ് ആയിട്ടുണ്ട്. ബ്ലാക്ക് വേഗം വൈറ്റ് കാസ്ലിംഗ് ചെയ്ത ഭാഗത്തേക്ക് ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും വൈറ്റിന് E5 മൂവ് കൊണ്ട് ഇങ്ങനൊരു ഡബിൾ അറ്റാക്കിന് ശ്രമിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിനെ ബിഷപ്പിനെ B7-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ക്വീനെതിരെ തിരിച്ചറ്റാക്ക് കൊടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനൊരു ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നില്ല, പകരം അടുത്ത റൂക്കിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1-ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇവിടെ ഈ ഡയഗണൽ ഉപയോഗപ്പെടുത്താൻ തന്നെ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ B7-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ ഉദ്ദേശം മനസ്സിലായിക്കൊണ്ട് വൈറ്റ് വേഗം ക്വീനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റാണ്. ക്വീനെ G3-ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വൈറ്റിന്റെ കിങ്ങുള്ള ഭാഗത്തേക്കുള്ള അറ്റാക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. B4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ താലിപ്പോൾ ഈ അറ്റാക്കുള്ള നൈറ്റിനെ സേഫ് ആയിട്ടുള്ള സ്കോറുകളിലേക്കൊന്നും മാറ്റാൻ ശ്രമിക്കുന്നില്ല, പകരം നൈറ്റിനെ D5-ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെയും നൈറ്റിനെതിരെയും ആ പോണെതിരെയും അറ്റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആ നൈറ്റിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്കും ഉണ്ട്. ഇതിൽ നൈറ്റ് വെച്ചോ ബിഷപ്പ് വെച്ചോ ഒട്ടെടുക്കുകയാണെങ്കിൽ അതൊരു പീസ് എക്സ്ചേഞ്ച് ആയിട്ട് മാറും. അല്ലാതെ പോൺ വെച്ച് ഒട്ടെടുക്കുന്നെങ്കിൽ വൈറ്റിനെ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യാം. അടുത്ത മൂവിൽ നൈറ്റിനെ കൂടെ F5-ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിന്റെ അറ്റാക്ക് വരുമ്പോൾ ബ്ലാക്കിന് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നൈറ്റ് ബേസിന് പോണിനോട്ട് എടുത്താലും ഈ ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ടുന്നില്ല, പകരം നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. വൈറ്റും പോൺ വെച്ച് തിരിച്ചോട്ടാണ്, പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. ഇതോടെ വൈറ്റിന്റെ പോണെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. ഇവിടെ എപ്പോഴും പോൺ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോട് കൂടി ആ ബിഷപ്പിനെ എടുക്കാൻ കഴിയും. അല്ലാതെ ബിഷപ്പ് വെച്ച് പോണിട്ടാലും ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടുകൊണ്ട് ആ കിങ്ങിനെ അടുത്ത് മൂവ് ചെയ്യിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ആ ബിഷപ്പിനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ C5-ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീന് വെച്ച് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ താലിന്റെ ഭാഗത്തുനിന്നും മറ്റൊരു അറ്റാക്ക് വരെയാണ്. പോൺ വെച്ച് E6-ലെ പോണിനെ എടുക്കുന്നു.
ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നൈറ്റ് ഉപയോഗിച്ച് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ പോൺ ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. രണ്ട് രീതിയിൽ വെട്ടിയെടുത്താലും ബ്ലാക്കിനിവിടെ ഒരു പീസ് നഷ്ടപ്പെടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ പോൺ ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് വരും. അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റ് വെട്ടുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ഈ പിന്നിങ്ങുള്ള ബിഷപ്പിനെതിരെ രണ്ട് പിസിൽ വെച്ച് അറ്റാക്ക് വരും. ഇനി എങ്ങനെയെന്ന് നോക്കിയാലും ബ്ലാക്കിന് ആ ബിഷപ്പിനെ രക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ പോൺ ഉപയോഗിച്ച് വെട്ടുന്നതിന് പകരം നൈറ്റ് ഉപയോഗിച്ച് വെട്ടലും അതേ അവസ്ഥ തന്നെയാണ്. ആദ്യം നൈറ്റുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നേരത്തെ കണ്ട അതേ അറ്റാക്ക് തന്നെ വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ആ പോണിടുന്ന് വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ പോൺ പിന്നിങ്ങിലായത് കാരണം പോൺ ഉപയോഗിച്ച് നൈറ്റിന് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്ക് ഉപയോഗിച്ച് നൈറ്റിന് എടുക്കുന്നു. അതിനുശേഷം ബ്ലാക്ക് ഇവിടെ ഒരു ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബിഷപ്പിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. വൈറ്റ് ബിഷപ്പിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് G5 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് ട്രാപ്പിലായിരിക്കുകയാണ്. ബിഷപ്പിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. പോൺ വെച്ച് പോണിട്ട് വന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വെട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കുന്നു. ഇപ്പോൾ ആ പോണിനെതിരെ രണ്ട് പിസിൽ വെച്ച് അറ്റാക്കുകളുണ്ട്. വൈറ്റ് ആ ബിഷപ്പിനെ രക്ഷിക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുകയാണെങ്കിൽ വൈറ്റിനെ ക്വീൻ വെച്ച് തിരിച്ചു വെട്ടാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നില്ല, പകരം റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ H4 ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് H6 ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അപ്പോഴും ഈ പിൻ നിലനിൽക്കുന്നതിനാൽ ബിഷപ്പിനെ എങ്ങോട്ടേക്കും മാറ്റാൻ പറ്റില്ല. ഇവിടെ എങ്ങനെ നോക്കിയാലും വൈറ്റിനിവിടെ ഒരു ബിഷപ്പ് നഷ്ടമാകുമെന്ന് ഉറപ്പായി. നേരത്തെ സൂചിപ്പിച്ച പോലെ താലിവിടെ ഒരേ സമയം 40 ബോർഡുകൾ കളിക്കുകയാണ്. ഇവിടെ താലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഷോക്കിംഗ് മൂവാണ് വരുന്നത്. ഇവിടെ ബ്ലാക്ക് ഒരു ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ താൽ ബിഷപ്പിന് പകരം ക്വീനിനെ കൊടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് ക്വീനിനോട്ട് വന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാണെങ്കിലും ബ്ലാക്കിന് ക്വീനെ വെച്ചോ കിങ് വെച്ചോ ആ ബിഷപ്പിനെ തിരിച്ചു വിട്ടാൻ പറ്റില്ല. ഇപ്പോൾ ക്വീനെ വെച്ച് ആ ബിഷപ്പിനെ വിട്ടെടുക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ റൂക്ക് G8ലേക്ക് വന്ന് ചെക്ക് വരും. ഈ പോണിന് ഈ രണ്ട് സ്കോറിലേക്ക് കണ്ടുള്ളതുകൊണ്ട് കിങ്ങിന് വേറെ എങ്ങോട്ടും മാറാൻ പറ്റില്ല. ക്വീനെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ക്വീനോട്ട് എടുക്കാം. ഇപ്പോഴും ചെക്കാണ്. കിങ് വെച്ച് തിരിച്ചു വിട്ടുമ്പോൾ E7 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. വൈറ്റിന് വളരെ വേഗം ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ അവസരമുണ്ട്. അത് ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് കിങ്ങിനെ E8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ഇങ്ങനൊരു ഫോർക്കും ചെക്കിന് ശ്രമിക്കാം. ഇപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബ്ലാക്കിന് ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിനെ D7ലേക്ക് കൊണ്ടുവന്ന് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു എക്സ്ചേഞ്ച് നടന്നാലും നൈറ്റ് വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ആ ബിഷപ്പ് കൂടെ നഷ്ടമാകുകയും പിന്നീട് വൈറ്റിന് ഗെയിം വിജയിക്കാനും കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് താലിവിടെ ആ ക്വീനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ബിഷപ്പ് ഇടുന്നതിന് പകരം കിങ് വെച്ച് വെട്ടിയാലും റൂക്ക് വെച്ച് ചെക്ക് വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ചോ ക്വീൻ വെച്ചോ ആ ബിഷപ്പിനെ എടുക്കുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതല്ല പ്രധാന ഉദ്ദേശം. ഈ ഒറ്റ മൂവിലൂടെ 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തത് ആ നൈറ്റിനോട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം, ഇനി അടുത്ത മൂവിൽ റൂക്ക് G8ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഈ 3 സ്കോറിലേക്കും കിങ്ങിന് മാറാൻ കഴിയില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഈ റൂക്ക് വെച്ചുള്ള ചെക്ക് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G8 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് താലിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും വളരെ സിമ്പിളായിട്ട് തോന്നിക്കാവുന്ന ഒരു മൂവ് വരെയാണ്. റൂക്കിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവറി ചെക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇനിയും ബ്ലാക്കിനിവിടെ നല്ല മൂവുകളൊന്നുമില്ല. വേണമെങ്കിൽ ക്വീനെ C4ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാമായിരുന്നു.
എന്തായാലും ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ D8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ കിങ്ങിന് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ, E8ലേക്ക് മാറേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ മാറ്റാനല്ലാതെ ഒന്നുകിൽ ബിഷപ്പ് വെച്ചോ ക്വീന് വെച്ചോ ചെക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും ആ പീസുകൾ വെട്ടിയെടുത്ത് വീണ്ടും ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആവുകയും ചെയ്യുമായിരുന്നു. അത് മനസ്സിലായിക്കൊണ്ടാണ് ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഈ പൊസിഷനിൽ നേരത്തെ റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ക്വീനെ C4ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുത്താൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ക്വീൻ C4ലേക്ക് വരികയാണെങ്കിൽ റൂക്കിനെതിരെ അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് എന്തായാലും നേരത്തെ കൊണ്ടുപോയാലേ ബിഷപ്പിനെ D8ലേക്ക് കൊണ്ടുപോയി ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാലും വൈറ്റിന് അടുത്ത 3 മൂവിൽ ജയിക്കാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ D8ലേക്ക് മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് മാത്രം കൊടുത്താലേ പ്രശ്നമുള്ളൂ. എന്നാൽ വൈറ്റിനിവിടെ മറ്റൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതായത് ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ബിഷപ്പ് വെച്ചും റൂക്ക് വെച്ചും ചെക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീൻ വെച്ച് റൂക്കിനോട്ട് എടുത്താലും ഈ ബിഷപ്പ് വെച്ചുള്ള ചെക്ക് നിലനിൽക്കാം. ബ്ലാക്കിനിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം റൂക്ക് F7ലേക്ക് ഒന്ന് ചെക്ക് വരും. പോണിന് നെറ്റിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഈ 2 സ്കോറിലേക്ക് എവിടേക്കെങ്കിലും മാറാം. എവിടേക്ക് തന്നെ മാറിയാലും അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ ആദ്യം തന്നെ കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്താലും റൂക്ക് G8ലേക്ക് ഒന്ന് ചെക്ക് വരും. അപ്പോൾ എന്തായാലും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് F7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇങ്ങനെ ഒരേ സമയം 40 പേരോട് കളിച്ച ഗെയിമിൽ 3 ഗെയിമുകൾ സമനിലയാകുകയും 37 ഗെയിമുകൾ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. മറ്റ് ഗെയിമുകൾ ഓരോന്നായിട്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോകളിൽ കാണിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.